ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാൻ വീട്ടിൽ പോയില്ല, ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുറത്ത് പോയി ഒരു ബിരിയാണിയൊക്കെ കഴിക്കാം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിൽ വന്നു. പിന്നെ ഇടിയപ്പം കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് വലിയ താല്പര്യമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ബസ് കിട്ടി. അങ്ങനെ ഞാൻ ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു നമുക്ക് ട്രിവാൻഡ്രത്ത് മെയിനായിട്ടുള്ള ഒരു സംഭവം എന്താണ്, പത്മനാഭ സ്വാമി ടെമ്പിൾ. അപ്പം അങ്ങോട്ട് തന്നെ പോവാം, വെറുതെ ജസ്റ്റ് അവിടേക്ക് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ എത്തി. എനിക്കിവിടെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള നമ്മൾ ടെമ്പിൾസിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ മീൻകുട്ടന്മാരുണ്ട്. അവർക്ക് കുറേ പേര് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ തോന്നി ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഫുഡ് കിട്ടും. അതുകൊണ്ട് ഇവിടെ അവന്മാർ ഭയങ്കരമായിട്ട് വന്ന് ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്താണ്, കുറച്ച് സൂം ഒക്കെ ചെയ്തെടുക്കുകയാണ്. കുറച്ച് പേര് വളരെ ചെറുതാണ്, കുറച്ച് പേര് കുറച്ച് വലുതാണ്. അപ്പം ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തേ ഇല്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ, ഞാൻ അകത്ത് കയറിയില്ല, അമ്പലത്തിനകത്തൊന്നും കയറിയില്ല, പുറത്തിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു. അവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൂടെയൊക്കെ വെറുതെ ഒന്ന് നടക്കുന്നു. ഒരു ചെരുപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെരുപ്പ് കടയിൽ കയറി വെറുതെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. അപ്പോഴത്തേക്കിനും ഉച്ചയായി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പ്രധാനമായിട്ടും ബിരിയാണി കഴിക്കാനാണല്ലോ പുറത്തോട്ട് വന്നത്. അപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിട്ട് ബിരിയാണി കഴിക്കുകയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കുകയാണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ, എനിക്കങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ അപ്പം തന്നെ ഞാൻ വേറെ ആരെയും അങ്ങനെ നോക്കുകയൊന്നുമില്ല. എനിക്ക് കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കടയിൽ വന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. ചിലർക്ക് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയി ഫുഡ് കഴിക്കാനൊക്കെ മടിയുള്ളവരുണ്ടാവുമല്ലോ, പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫുഡ് കഴിക്കണം തോന്നിയാൽ ഞാൻ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് പോവാം. കാരണം ഇവിടെ നടക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ടല്ലോ ഈ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇന്ന് നടക്കാം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന്, എന്താണെന്നറിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഈ ഒരു പെയിൻറ്റിങ്സൊക്കെ കണ്ടു. പിന്നെ ഞാനവിടെ സ്റ്റൈൽ പ്ലസ്സിൽ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നു. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഈ 3 ഐറ്റംസ് ഒന്ന് പർച്ചേസ് ചെയ്തു. ഒന്ന് ഈ ഒരു ലിപ് കളേഴ്സാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നത്, ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. 200 രൂപയാണ്, 199 രൂപ. പിന്നെ ഒരു ടീഷർട്ടും പിന്നെ ഈ ഒരു കുർത്തയും വാങ്ങിച്ചു. ഇതിന് കുർത്ത എന്നാണ് കുർത്തി എന്നാണ് പറയാമെന്ന് എനിക്കറിയില്ല. അവർ ഓഫീസിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇനി ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സും നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാൻ പോകുന്നൊരു ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഞാൻ വളരെ കാര്യമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വാച്ചസ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റേതൊരു ഡസ്കി സ്കിൻ ടോണാണ്, ഫെയർ അല്ല. അപ്പോൾ എനിക്ക് ഈ പിങ്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കുകൾ അതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടെ അതെനിക്ക് ചേരും എന്നാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഞാൻ ആദ്യത്തെ 2 എണ്ണം, അതായത് ബെറി എന്ന് പറയുന്ന ബെറി തന്നെ തോന്നുന്നില്ല, അപ്പം അത് രണ്ടും എനിക്കിഷ്ടപ്പെട്ട 2ഉം ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ്. ലാസ്റ്റ് വൺ ഞാൻ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതെനിക്ക് എൻ്റെ ചുണ്ടിൽ ചേരുമെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ ഈ എടുത്ത ഈ ഒരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുള്ളൊരു ഷെയ്ഡ്. എന്തായാലും എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പർപ്പിളെന്ന് പറയാം, പർപ്പിളല്ലത്, ഒരു ബെറി അത് തന്നെ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് എനിക്ക് നല്ലോണം ലിപ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം എനിക്ക് ചേരുന്നതായിട്ട് ഫീൽ ചെയ്തു. രണ്ടാമത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു, മൂന്നാമത്തത് മാത്രം എനിക്ക് സ്കിന്നിൽ അങ്ങനെ ചേരുന്നില്ല എന്ന് ഫീൽ ചെയ്തു. എല്ലാം മാറ്റ്
ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ വാങ്ങിച്ച ലിപ് കളേഴ്സ്. എന്തായാലും ഇത് ഞാൻ വല്ലപ്പോഴും വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ലാഭമാണെന്നാണ് തോന്നുന്നത്. കാരണം 200 രൂപയ്ക്ക് ഇത്രയും കിട്ടുന്നുണ്ടല്ലോ. 2 മില്ലിയാണ് ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.